പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് MT വാസുദേവൻ നായരുടെ ഒരു കഥയാണ്. കഥയുടെ പേര് അജ്ഞാതൻ്റെ ഉയരാത്ത സ്മാരകം എന്നാണ്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. നമുക്ക് പോകേണ്ടിയിരുന്ന മാർഗം ഇതിലേ അല്ല. പ്രധാന നിരത്തിൽ നിന്ന് തിരിഞ്ഞ് 8 നാഴിക വളഞ്ഞ് ഈ വഴി വരാൻ കാരണമുണ്ട്. ഈ നിരത്ത് എൻ്റെ ഗ്രാമത്തെ കണ്ടുകൊണ്ട് കടന്നു പോകുന്നു. ചാത്താനശ്ശേരി പറങ്ങോടൻ എന്ന ഭ്രാന്തൻ കളിച്ചു നടന്ന കുന്നും താലപ്പൊലി പാലയും ഈ വഴി പോകുമ്പോൾ കാണാം. സുന്ദരിയുടെ കൂടെ മഴച്ചാറലിൽ നടന്ന മേച്ചിൽപ്പറമ്പ് അതിൻ്റെ മറുപുറത്തായിരുന്നു. അതിനപ്പുറം താന്നിക്കുന്നിൻ്റെ താഴെ എൻ്റെ ബാല്യം. അതെ, പഴയ കണാന്തളികൾ. പറങ്ങോടൻ എന്ന ഭ്രാന്തൻ മരിച്ചു. താലപ്പൊലിപ്പാലയുടെ ചുറ്റുമുള്ള ഉത്സവ പറമ്പിൽ കുടിയിരിപ്പുകൾ ഉയർന്നു. സുന്ദരി ബോംബെയിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു രക്ഷപ്പെട്ടു. പിന്നീട് ക്യാൻസർ പിടിച്ച് മരിച്ചു. താന്നിക്കുന്നിൻ്റെ താഴത്തെ തറവാട് തകർന്നു. ഇല്ല, നിനക്കറിയില്ല. എൻ്റെ ശരീരം നിനക്കറിയാം. നിന്നെപ്പറ്റി പറയാത്ത ഒരു സങ്കല്പം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. നിന്റെ നഖങ്ങളിൽ പിടയുന്ന എൻ്റെ നഗ്നമായ ശരീരം, നിന്റെ സുന്ദരമായ പല്ലുകൾക്കിടയിൽ ചോര വാരുന്ന എൻ്റെ ഹൃദയസ്പന്ദനത്തിൻ്റെ ഒരു തുണ്ട്. ഇല്ല, നിനക്ക് എന്നെ അറിയില്ല. മെത്തയിൽ എൻ്റെ ഹൃദയസ്പന്ദനത്തിനു മീതെ ഉടയാടകളുടെ അകൽച്ച പോലുമില്ലാതെ നീ ഒതുങ്ങിക്കിടക്കുമ്പോഴും ഞാൻ അകലെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നാണ് ഞാൻ യാത്ര ആരംഭിച്ചത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വഴി വന്നത്. അന്നും പുഴവക്കിലെ മണൽത്തിട്ടിൽ കായ്കറികളുണ്ടായിരുന്നു. ഒരു കുമ്മട്ടിക്കായയും നാഴിയരിയും കൊണ്ട് 5 ആൾക്ക് രാത്രിയിലെ അത്താഴം. രാത്രി കാവൽ കിടക്കാൻ വരുന്ന ചാത്തുനായർക്കും അതിൽ പങ്കുണ്ട്. ചാത്തുനായരും ഞാനും പാലത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് കുളിച്ച് വരുമ്പോഴാണ് കായ്കറി കണ്ടത്തിൽ നിന്ന് കുമ്മട്ടിക്കായ മോഷ്ടിക്കുന്നത്. അറുക്കുന്ന വിരലുകൾ ചാത്തുനായരുടെ, കാവൽ നിൽക്കുന്ന കണ്ണുകൾ എൻ്റെ. ഈ അങ്ങാടിയായിരുന്നു അന്ന് ഞങ്ങളുടെ നഗരം. കുന്നുകൾ കയറി 6 നാഴിക നടന്ന് ഇവിടുത്തെ സ്കൂളിലാണ് ഞങ്ങൾ പഠിക്കാനെത്തിയത്. 6 നാഴിക. ഈ പീടിക ശ്രദ്ധിച്ചോളൂ, ഒരു മാറ്റവും വന്നിട്ടില്ല. കണ്ടിക്കൻ്റെ പീടിക എന്നായിരുന്നു പേർ. കണ്ടിക്കൻ്റെ പീടികയാവാൻ കാരണം എന്തെന്ന് ആരും അന്വേഷിച്ചില്ല. മുന്നിൽ തോലിട്ട ചാരുകസേരയിൽ നിറഞ്ഞു കിടക്കാറുള്ള ഉടമയുടെ പേര് അന്ന് ഇട്ടിക്കുരു എന്നായിരുന്നു. 6ാം ക്ലാസ്സിൽ അവിടെ ഞാൻ പഠിക്കാനെത്തിയ കാലത്താണ് 100 ഉറുപ്പികയുടെ ഒരു നോട്ട് കാണുന്നത്. 100 ഉറുപ്പിക. പിരിയുമ്പോൾ നിന്റെ വിരലുകൾ നിവർത്തി ഞാൻ നിന്റെ കൈപ്പിടിയിൽ ചുരുട്ടി വയ്ക്കാറുള്ള കടലാസ് ചുരുളുകളിൽ ഒന്ന് 100 ഉറുപ്പികയുടെ നോട്ട് കാണിച്ചത് തിരുമേനി മരിച്ചു. തിരുമേനിയെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ആദരവോടെ, വേദനയോടെ. തിരുമേനിക്ക് വേണ്ടി ഇവിടെ ഒരു സ്മാരകം പണിയേണ്ടതാണെന്ന് നാട്ടുകാരോട് ഒരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചാലോ എന്ന് കൂടി ആലോചിച്ചു. 6ാം ക്ലാസ്സിൽ ചേർന്ന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തിരുമേനി വന്നു. ഞങ്ങൾ അമ്പരന്നു. തിരുമേനി കുട്ടിയല്ല, ഷേവ് ചെയ്യാൻ തുടങ്ങിയ ചെറുപ്പക്കാരൻ. കെട്ടിവെച്ച മുടിയിൽ തുളസിപ്പൂവ്, കാതിൽ വെള്ളക്കല്ല് വെച്ച കടുക്കൻ, പോക്കറ്റിൽ ബ്ലാക്ക് ബേർഡ് പേന, തിളങ്ങുന്ന ക്രിമെൻസ്പിൻ. ചെറിയൊരു അമ്പരപ്പോടെ കടന്നു വന്ന തിരുമേനി മാസ്റ്ററോട് ചിരിച്ച് ക്ലാസ്സിൽ മുൻ ബെഞ്ചിൽ എൻ്റെയും നരൻ്റെയും ഇടയ്ക്ക് തിരക്കി കയറിയിരുന്നു. നരൻ പറഞ്ഞു, എനിക്ക് ആളെ അറിയാം. ഏത് സ്കൂളിൽ നിന്നാണ്? തിരുമേനി സ്കൂളിൽ പോയിട്ടില്ല. 1 മണിക്ക് ബെല്ലടിച്ചപ്പോൾ തിരുമേനി നരനോട് ചോദിച്ചു, എവിടുന്നാ പുസ്തകം വാങ്ങുക? നരൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിൽ പോകും. അന്ന് നരൻ അക്കാര്യം മറന്നുവെന്ന് തോന്നി. നരനോട് എനിക്കൊന്നും ചോദിക്കാൻ വയ്യ. അവൻ എന്നേക്കാൾ മുതിർന്നവനാണ്, ബീഡി വലിക്കും. കടലക്കാരൻ്റെ ഭാഗ്യസൂചി തിരിയുമ്പോൾ മുണ്ട് താഴ്ത്തിയിട്ട് പെരുവിരൽ കൊണ്ട് തട്ടമർത്തി 100-ലെത്തിക്കുന്നത് അവനാണ്. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു എന്നു പറഞ്ഞാൽ നിനക്കറിയില്ല. ഉപേക്ഷിച്ച ഒരു നേരത്തെ ആഹാരത്തിൻ്റെ ഓർമ്മയാണ് നിനക്ക് വിശപ്പ്. 4ാമത്തെ പീരീഡിൽ വായുവിൽ ഒഴുകി നടക്കുന്ന വറവ് മണം എനിക്കന്ന് പ്രാർത്ഥനയായിരുന്നു. ഭക്ഷണം ഈശ്വരനും. നരൻ എൻ്റെ കൂടെ കൂടിയത് എനിക്ക് ഇഷ്ടമായില്ല. തിരുമേനി സഹായിയായി കൂടെ കൂട്ടിയ എനിക്ക് എന്തെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവനുണ്ടെങ്കിൽ എനിക്ക് വാങ്ങിക്കൂടാ, ഞാൻ നല്ലവനായതുകൊണ്ട്. തിരുമേനി പുസ്തകം വാങ്ങിക്കൂട്ടി. ബൗണ്ട് പുസ്തകം വേണ്ടേ? ഞാൻ ശനിയാഴ്ച തൃശ്ശൂരിൽ പോകും, അവിടെ നല്ലത് കിട്ടും. തനിച്ചോ? നിസ്സാരമായ മറുപടി.
പിന്നെ പത്തണ കൊടുത്ത് കയറിയിരുന്ന തൃശ്ശൂരായി. തിരുമേനി 100 ഉറുപ്പികയുടെ ബാക്കി പോക്കറ്റിൽ വെച്ചു. എനിക്കും നരനും ഒന്നും കിട്ടിയില്ല. അന്ന് തിരുമേനിയോട് അല്പം നീരസം തോന്നി. തിരുമേനിയുടെ 100 ഉറുപ്പിക നോട്ടിൻ്റെ കാര്യം ഞങ്ങൾ ക്ലാസ്സിൽ പരത്തി. ആരും വിശ്വസിച്ചില്ല. നരൻ പറഞ്ഞു, ഇല്ലത്ത് പൂത്ത പണമുണ്ട്, വല്യമ്പൂരിക്ക് ഒറ്റ മകനാ. നരൻ്റെ വീട്ടുകാർ ഇല്ലത്ത് പണിക്ക് പോകുന്നവരാണെന്ന് അവൻ പറഞ്ഞില്ല. പക്ഷേ എനിക്കറിയാം, തിരുമേനി നരനോട് കൽപ്പിക്കും, എടോ താൻ ഓടിപ്പോയി ഇന്നത് ചെയ്യ്, അടയ്ക്കാവെട്ടുപുരയിൽ നിന്ന് കണക്ക് വാങ്ങ്, ബാലൻ നായരോട് നാളെ ഇല്ലത്ത് വരാൻ പറയും. ഞാൻ ഓടാനും അനുസരിക്കാനും തയ്യാറായിരുന്നു. പക്ഷെ തിരുമേനി കൽപ്പിക്കുന്നത് നരനോടാണ്. തിരുമേനി ഇല്ലാത്തപ്പോൾ അവൻ അമർഷത്തോടെ പറയും, അയാൾക്ക് നൊസ. ഞങ്ങൾ അവനെ കളിയാക്കി, അയാളുടെ അച്ഛൻ നമ്പൂരിക്ക് നൊസ, ഇയാൾക്കും നൊസ് തുടങ്ങിയിരിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും തിരുമേനി തൃശ്ശൂരിൽ പോകും. തിങ്കളാഴ്ച വരുമ്പോൾ തൃശ്ശൂരിൽ നിന്നും വാങ്ങിയ സാധനങ്ങൾ ഉണ്ടാവും. ആഭരണങ്ങളുടെ കാറ്റലോഗ് കടുക്കൻ്റെ വെള്ളക്കല്ല് മാറ്റി ചുവപ്പ് കല്ലാക്കിയ കടയിൽ നിന്ന് എടുത്തതാണ്. ആഭരണങ്ങളുടെ ചിത്രങ്ങളുടെ ചുവട്ടിൽ തിരുമേനി തനിക്ക് മാത്രം മനസ്സിലാകുന്ന ചില കുറിപ്പുകൾ എഴുതി വച്ചിട്ടുണ്ട്. 15 വയസ്സുവരെ ഓത്തു പഠിച്ചു. പിന്നെ തിരുമേനി ഗൃഹഭരണം ഏറ്റെടുത്തു. ഒരു ദിവസം തീരുമാനിച്ചു, സ്കൂളിൽ ചേർന്നു കളയാം. അച്ഛന് ഇഷ്ടമുണ്ടായിട്ടല്ല, ഇല്ല കാര്യം നോക്കുന്ന സമയമാണ് മകൻ നഷ്ടപ്പെടുത്തുന്നത്. പക്ഷേ തിരുമേനിക്ക് ക്ലാസ്സിൽ മുഴുവൻ സമയം ഇരിക്കണമെന്ന നിർബന്ധനയില്ല. വീരരാഘവ അയ്യരാണ് ക്ലാസ് മാസ്റ്റർ. മാസ്റ്റർക്ക് ഇടയ്ക്കിടെ തിരുമേനി കടം കൊടുക്കും. തിരുമേനി ക്ലാസ്സിൽ ഇരിക്കേണ്ട കാര്യമില്ല, എല്ലാം തിരുമേനിക്ക് അറിയാം. കൃത്യമായി ഹോംവർക്ക് ചെയ്തു കൊണ്ടുവരും. നല്ല കൈയക്ഷരം. ക്ലാസ്സിലെ നല്ല വിദ്യാർത്ഥി എന്ന സ്ഥാനം എനിക്ക് നഷ്ടപ്പെട്ടത് തിരുമേനി വന്നതു മുതലാണ്. എന്നേക്കാൾ സംശയിക്കുന്നവളെ, നിനക്കെന്നെ അറിയില്ല. ഞാൻ പണ്ട് ദേവദൂതനായി പിറന്നു, ദേവദൂതനെ പോലെ വളർന്നു. ഇപ്പോൾ ചെകുത്താനെ ഉള്ളിലൊതുക്കി മനുഷ്യൻ്റെ വേഷത്തിൽ ഭൂമുഖത്തിൽ ചുറ്റി നടക്കുന്നു, അല്ലെങ്കിൽ പറക്കുന്ന ഡച്ചുകാരൻ. അന്ന് 11 വയസ്സായ എൻ്റെ ഉള്ളിൽ കവിതയുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടെത്തുന്നത് തിരുമേനി കാരണമാണ്. ഒഴിവു സമയത്ത് തിരുമേനി ഒരു 100 പേജിൻ്റെ നോട്ട് പുസ്തകം പുറത്തെടുത്തു. ഒരു ഭാഗത്ത് നിന്ന് കവിതകൾ എഴുതിയിരിക്കുന്നു, മറുഭാഗത്തു നിന്ന് ഒരു കഥയുടെ കുറേ ഭാഗവും. ആരുണ്ടാക്കിയതാണ്? തിരുമേനി എന്നെ ഉപദേശിച്ചു. എടോ, കവിത ഉണ്ടാക്കുവല്ല, ഉണ്ടാവുകയാണ്. ഞാൻ ബ്ലാക്ക് ബേർഡ് പേന കൊണ്ട് എഴുതിയ ഭംഗിയുള്ള അക്ഷരങ്ങളിൽ അറിയാതെ അർത്ഥങ്ങൾ തേടി നടന്നു. സംശയിക്കുന്ന രാമപിഷാരടി തടിച്ച കണ്ണടയിലൂടെ ഒന്ന് നോക്കി ക്ലാസ് മുറിയുടെ പുറത്തു കടന്നു പറഞ്ഞു, കാട്ടെഴുതിയതാവും. തിരുമേനി അത് കേട്ടു. ഹേയ് ശാരടി. ശാരടി വന്നു. താൻ ആമരം നോക്കിയിട്ടുണ്ടാ? മാഘം നൈഷധം അങ്ങനെ വല്ല അബദ്ധം കാണിച്ചിട്ടുണ്ടാ? ശാരടി മിണ്ടിയില്ല. അറിയാത്ത കാര്യങ്ങളെപ്പറ്റി താനൊന്നും പറയരുത്. എനിക്ക് തിരുമേനി പറയുന്നതെല്ലാം വലിയ കാര്യങ്ങളായിരുന്നു. നരൻ തല താഴ്ത്തി കണ്ണുകളിൽ ഈറനൊതുക്കി ഞങ്ങളുടെ കൂടെ നടന്നു. അതെ, എഴുതാൻ ഇഷ്ടമുണ്ട്. എനിക്കൊരു ഭയേ ഉള്ളൂ, അറം പറ്റിയാലോ? അറം പറ്റൽ എന്താണെന്ന് വിവരിച്ചു തന്നത് തിരുമേനിയാണ്. തിരുമേനിയുടെ അത്ഭുതങ്ങൾ ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. സ്കൂൾ ഗേറ്റ് പണിയാൻ വേണ്ട ഫണ്ടിലേക്ക് 100 ഉറുപ്പിക സംഭാവന കൊടുത്തു. തൃശ്ശൂരിൽ നിന്ന് മുടി മുറിച്ച് ക്രോപ്പ് ചെയ്ത് കഴുത്തിൽ സ്വർണ്ണച്ചങ്ങലയുമായി വന്ന തിരുമേനിയെ പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. വാർഷികത്തിന് 10ാം ക്ലാസ്സുകാരെ തോൽപ്പിച്ച് അക്ഷരശ്ലോകത്തിന് സമ്മാനം വാങ്ങി. നാടകത്തിൽ മുഷിഞ്ഞ മുണ്ടിനു മീതെ അരയിൽ കരി പുരണ്ട തോർത്ത് ചുറ്റിക്കെട്ടി തട്ടാൻ ശങ്കരനാരായണൻ്റെ നായകന് വിഡ്ഢി വേലക്കാരനായി വന്ന് ഫലിതം പറഞ്ഞ് സദസ്സിനെ ചിരിപ്പിച്ചു. 7ലും 8ലുമുള്ള തിരുമേനിയുടെ ചിത്രം എൻ്റെ മനസ്സിൽ വ്യക്തമല്ല. അക്കാലത്ത് ചന്തപ്പടിക്കൽ തിരുമേനി അത്താണി പണി ചെയ്തു. ചെട്ടികളുടെ അമ്പലത്തിന് 7 തട്ടുള്ള വിളക്ക് കൊടുത്തു. മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. 6 നാഴിക നടന്നു പഠിക്കുന്നത് ശരിയല്ലെന്ന് 2 വർഷം കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും ബോധ്യമായി. അതുകൊണ്ട് എനിക്ക് താമസിക്കാൻ ഒരിടം കണ്ടെത്തി, നരൻ്റെ വീട്ടിൽ. വെള്ളിയാഴ്ച തോറും ഞാൻ വീട്ടിൽ പോകും. ഞായറാഴ്ച വൈകുന്നേരം മടങ്ങുമ്പോൾ പുസ്തകക്കെട്ടിനു പുറമെ വലിയൊരു സഞ്ചിയിൽ അരിയും ചുമക്കണം. അതിനു പുറമെ എന്താണ് നരൻ്റെ വീട്ടിൽ കൊടുത്തിരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് രക്ഷിതാക്കൾ തമ്മിലുള്ള ഇടപാട്. നരൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും പണ്ടേ പരിചയക്കാരാണെന്നതിനു പുറമെ മറ്റൊരടുപ്പം കൂടിയുണ്ട്. 2 പേരും കറുപ്പ് തിന്നും. നരൻ്റെ വീട്ടിൽ എനിക്കും അവനും കൂടി കിടക്കാനും പഠിക്കാനും
ഓടമറ തൂക്കിയ വരാന്തയുണ്ട്. എപ്പോഴും ഉറക്കം തൂങ്ങുന്ന പങ്കുണ്ണി നായർ. 500 ഉറുപ്പിക ചന്തക്കാർ വില പറഞ്ഞിട്ടും വിൽക്കാത്ത കുഞ്ഞൻ എന്ന പൂവൻ കോഴി. നരന്റെ പല്ലുന്തിയ ജ്യേഷ്ഠത്തി സത്യവതി. വിളമ്പുമ്പോൾ കൈവെള്ളയിലെ രേഖകളുടെ ചാലുകളിൽ എപ്പോഴും ചളിയുണ്ടെന്ന് എനിക്ക് തോന്നാറുള്ള അവൻ്റെ അമ്മ. അല്ല, സത്യവതിയല്ല എൻ്റെ പ്രേമത്തിൽ വരുന്നത്. ഇതെൻ്റെ പ്രേമത്തിൻ്റെ കഥയല്ല. ഇതിൽ വസുന്ധര വരുന്നുണ്ട്. ആരംഭിക്കേണ്ടത് വസുന്ധരയിൽ നിന്നായിരുന്നു. അതിനു മുമ്പ് തിരുമേനിയുടെ ഇല്ലത്ത് പോകാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. നരൻ എപ്പോഴും ഓരോ കാരണം പറഞ്ഞു മുടക്കി. ഒരിക്കൽ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ അരിസഞ്ചിയും പുസ്തകക്കെട്ടും ചുമന്ന് നരൻ്റെ വീട്ടിലെത്തിയിരിക്കുമ്പോൾ തിരുമേനി വന്നു. നരൻ്റെ വീട്ടുകാരാകെ ഉണർന്നു. ചാരുപടിയിൽ പുൽപ്പായ. ഉണ്ണിയമ്പൂരിക്ക് കഴിക്കവരിളനീര്. നരൻ മിണ്ടാതെ ഒന്നും കാണുന്നില്ലെന്ന് നടിച്ച് ബാറ്റിൻ്റെ ഗട്ട് മുറുക്കിക്കൊണ്ടിരുന്നു. തിരുമേനി എല്ലാം നിരസിച്ചു. വാടോ, ഒന്ന് നടന്നിട്ട് വരാം. ഞാൻ പുറത്തിറങ്ങി. നരന് കൂടെ വരാൻ സമ്മതമുണ്ടായിട്ടല്ല, മടിച്ച് പകുതി ഗട്ട് ചെയ്ത ബാറ്റിൽ തിരിപ്പിടിച്ച് അവൻ പിന്നിൽ ഞങ്ങളിൽ നിന്ന് അകലെ നടന്നു. താൻ തൃശ്ശൂർ പോയിട്ടുണ്ടോ? ഇല്ല. വരുന്നോ? നാളെ സ്കൂളില്ലേ? തിരുമേനി വേണ്ടയില്ല. കുറേ സമയം. വടക്കുന്നാഥ ക്ഷേത്രം കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. തിരുമേനിയുടെ പൂമുഖത്ത് ഇരിക്കാൻ ഞങ്ങൾ മടിച്ചു. നിർബന്ധിച്ചപ്പോൾ ഞാൻ മാത്രം ഇരുന്നു. മുറ്റത്ത് നിറയെ വിത്തുണക്കാനിട്ടിരിക്കുന്നു. തോട്ടത്തിൽ കൗങ്ങിൻ തടം തുരക്കുന്ന പണിക്കാർ. അകത്തുവാടോ. ഞാൻ വീണ്ടും മടിച്ചു. അച്ഛനെവിടെയെങ്കിലും നാമം ജപിച്ച് കിടക്കാവൂ. വാടോ. തിരുമേനിയുടെ മുറി. അലമാരയിൽ നിറയെ പുസ്തകങ്ങൾ. ഭിത്തിയിൽ ശകുന്തള. തൃശ്ശൂർ പോകുമ്പോഴൊക്കെ വിചാരിക്കണതാ, പറ്റില്ല, ഇക്കുറി ഒന്ന് നോക്കണം. എന്ത്? പറയില്ല, കാര്യം സാധിക്കട്ടെ. നരൻ മേശപ്പുറത്തെ നാഴികവട്ട പരിശോധിക്കുകയായിരുന്നു. തിരുമേനി കസേരയിൽ കട്ടിലിലേക്ക് 2 കാലും കയറ്റി വെച്ച് മിണ്ടാതെ കണ്ണടച്ചിരുന്നു. അകലെ എവിടെയെല്ലാമോ വാതിലുകൾ തുറന്നു അടഞ്ഞു. എനിക്ക് ഭയമായിരുന്നു. തലയ്ക്ക് സുഖമില്ലാത്ത അച്ഛൻ നമ്പൂതിരി വാതിൽക്കൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടും എന്ന് ഞാൻ ഭയപ്പെട്ടു. നരൻ്റെ കണ്ണുകൾ എന്നെ ശാസിക്കുന്നു. തിരുമേനി കണ്ണു തുടച്ച് ഉറക്കെ ചിരിച്ച് ഒരു ശ്ലോകം പതുക്കെ ഉരുവിട്ടു. എടോ, ഐതിഹ്യം എന്നൊക്കെ പറയണതിൽ കുറച്ചൊക്കെ സത്യമില്ലാണ്ടിരിക്കുവോ? അറിഞ്ഞൂടാ. തിരുമേനി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്പലത്തിലെ മൂർത്തിക്ക് ശക്തി ഉണ്ടോ? പറയടാ. കോരലൂർ അമ്പലത്തിലെ വിഗ്രഹം കരിങ്കല്ല. കരിങ്കല്ലിനെന്താ ശക്തി? ഞാൻ വിറച്ചു. എൻ്റെ ഭഗവതി. ഓർമ്മയുടെ കയത്തിൽ നിന്ന് ഞാൻ വാക്കുകൾ തപ്പിയെടുക്കാൻ ശ്രമിക്കുകയാണ്. തിരുമേനി പറഞ്ഞു, ശക്തി മനുഷ്യൻ്റെ മനസ്സിലാണ്. 1000 ആളുകൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കല്ല് ശക്തി ആവാഹിച്ചെടുക്കുന്നു. സാധന, ആവാഹനം. പിന്നെ തനിക്കൊന്നും ഇത് മനസ്സിലാവില്ല. കണ്ണടച്ച് ധ്യാനിച്ചു കിടക്കുന്ന തിരുമേനിയെ ശല്യപ്പെടുത്താതെ ഞങ്ങൾ പുറത്തു കിടന്നു. നരൻ ഉച്ചത്തിൽ പറഞ്ഞു. ന്യൂസ് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ ആർക്കും വിശ്വാസമായില്ല. തൃശ്ശൂരിൽ പോയ തിരുമേനി ഒരാഴ്ച കഴിഞ്ഞും വന്നില്ല. ഒരു ദിവസം നരൻ വിവരമറിയിച്ചു. തിരുമേനിക്ക് ശരിക്കും നൊസ്സായിരിക്കുന്നു. കാര്യസ്ഥന്മാർ തൃശ്ശൂരിൽ പോയി എല്ലായിടത്തും തിരഞ്ഞു. അവസാനം കണ്ടുകിട്ടി. രാത്രിയിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിനു പുറത്തെ യക്ഷി പ്രതിമയുടെ മുന്നിൽ തിരുമേനി ഇരിക്കുകയായിരുന്നു. തിരുമേനി അന്വേഷിച്ചു വന്നവരെ അടിച്ചു. അവർ ബലം പ്രയോഗിച്ചാണ് കൊണ്ടുവന്നത്. തിരുമേനിക്ക് ധാരയും ചികിത്സയുമാണ്. സ്കൂൾ വിട്ടപ്പോൾ നരൻ ബാഡ്മിൻ്റൺ കളിക്കാൻ നിന്നു. ഞാൻ നടന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കോരല്ലൂർ അമ്പലത്തിൻ്റെ കുളക്കരയിലെത്തിയപ്പോൾ തിരുമേനി ഒരു തോർത്തും പുതച്ച് തനിയെ പൊളിഞ്ഞ തിടപ്പള്ളിയുടെ കരിങ്കല്ലിൽ ഇരിക്കുന്നു. എനിക്ക് ഭയമായി. തിരുമേനി എന്നെ കണ്ടില്ല. കാണാതെ കടന്നു പോകാൻ അരിച്ചരിച്ച് നീങ്ങുമ്പോഴാണ് വിളിച്ചത്. പേടിക്കണ്ട, അടുത്ത വാടോ. ഞാൻ ചെന്നു. കിങ് ആർത്തർ കഴിഞ്ഞോ? ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ പാഠമാണ്. വില്ലേജ് സ്കൂൾ മാസ്റ്റർ തുടങ്ങിയല്ലേ? അപ്പോൾ തിരുമേനിക്ക് നോസില്ല. തിരുമേനി പിന്നെ ഒന്നും ചോദിച്ചില്ല. ഞാൻ പോകാനുള്ള അനുമതി കാത്തുനിന്നു. വിഡ്ഢികൾ. ഞാൻ ചെയ്യണത് എന്താണെന്ന് അവർക്കറിയോ? 7ാമത്തെ രാത്രി അന്ന് പ്രത്യക്ഷപ്പെടേണ്ടതായിരുന്നു. ആര്? യക്ഷി. ഞാൻ വീണ്ടും അധീരനായി. അഥവാ വന്നില്ല എന്ന് വയ്ക്കുക, എന്നാലെന്താ? തിരിച്ചു പോരുന്നു. ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ട കഥ ശരിയാണോ നോക്കുക, അത്രേ ഉള്ളൂ. മുഴുമിക്കാൻ സമ്മതിച്ചില്ല വിഡ്ഢികൾ.
തിരുമേനി വീണ്ടും ക്ലാസ്സിൽ വന്നു. ആരും അടുത്തില്ല. തിരുമേനി ഇപ്പോഴും ചികിത്സയിലാണെന്ന് ആളുകൾ അടക്കത്തിൽ പറഞ്ഞു. ആ ഇടയ്ക്ക് വസുന്ധര വന്നു. ഞാൻ പറഞ്ഞോ, ആരംഭിക്കേണ്ടിയിരുന്നത് വസുന്ധരയിൽ നിന്നായിരുന്നു. ഇല്ല, തെറ്റുപറ്റിയിട്ടില്ല. എൻ്റെയോ തിരുമേനിയുടെയോ എനിക്കൊരിക്കലും സ്നേഹിക്കാൻ കഴിയാതിരുന്ന നരൻ്റെയോ ബാല്യത്തിൽ നിന്ന് ആരംഭിച്ചാലും തെറ്റുപറ്റുകയില്ല. യഥാ നദി തഥാ സർവേ സമുദ്രേ. നീ ഗീത വായിച്ചിട്ടില്ല. നിന്റെ കവിതയും ദർശനവും മാംസത്തിൻ്റെ താളലയങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു. 10ാം ക്ലാസ്സിൽ പുതിയവർ വന്നു ചേർന്ന് ആഴ്ചകൾക്കു ശേഷം രാമലിംഗയ്യർ ഭൂമിശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഒരു കെട്ട് പുസ്തകം ചുമന്ന് വാതിൽക്കൽ മുതിർന്ന ഒരു പെൺകുട്ടി. സാരി ഉടുക്കേണ്ട വളർച്ചയുണ്ടവൾക്ക്. മാസ്റ്റർ വരാൻ പറഞ്ഞു. മുൻബെഞ്ചിലിരിക്കുന്ന എൻ്റെ മുന്നിൽ അവൾ ഡെസ്കിൽ കൈമുട്ടു ചാരി നിന്നു. എൻ്റെ പുസ്തകങ്ങൾക്കടുത്ത് പുസ്തകക്കെട്ട് വെച്ചു. മാസ്റ്റർ ചോദിച്ചു, ഏത് സ്കൂളിലായിരുന്നു മുമ്പ്? പട്ടാമ്പിയിൽ. TC വാങ്ങിയതാണോ? അച്ഛന് മാറ്റമായി. ഇവിടെ സ്വന്തക്കാരുണ്ട്. ഇരിക്കൂ. തിരുമേനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് സാക്ഷ്യം വഹിക്കുമായിരുന്നു. അവൾ പച്ച ബ്ലൗസാണ് ഇട്ടിരുന്നത്. ആവശ്യത്തിലേറെ ചുരുക്കുകളുള്ള മഞ്ഞ പാവാടയായിരുന്നു. അടിപ്പാവാടയുടെ വയലറ്റ് നിറം അവ്യക്തമായി കാണാം. നിന്റെ ചിത്രത്തിൻ്റെ വർണ്ണങ്ങൾക്കിവിടെ സ്ഥാനമില്ല. വസുന്ധരയെ ആദ്യം കണ്ട ചിത്രത്തിൽ ഈ വർണ്ണങ്ങളും മുടിത്തുമ്പിൽ ഇതൾ കുടുക്കിയിട്ട ഒരു വലിയ മന്ദാരപ്പൂവും അവശേഷിക്കുന്നു. ബെല്ലടിച്ചപ്പോൾ തോറ്റു 9ൽ തന്നെ തങ്ങിക്കിടക്കുന്ന നരൻ വാതിൽക്കലെത്തി. എന്നെ വിളിക്കാനാണെന്ന് കരുതി. അല്ല, നേരെ വസുന്ധരയുടെ അടുത്ത് വന്ന് അധികാരത്തിൽ പറഞ്ഞു, പോവാ. അവൾ നരൻ്റെ പിന്നാലെ പരിചയപ്പെട്ടു കഴിഞ്ഞിട്ടില്ലാത്ത പുതിയ കൂട്ടുകാരികളോട് എന്തോ പതുക്കെ പറഞ്ഞ് നടന്നു. ഞാൻ തെല്ലുമാറി പിന്നിൽ. തിരുമേനി എൻ്റെ ഒപ്പമെത്തി. ശിപ്പായി ഗോവിന്ദൻ്റെ മകളല്ലേ ആ കുട്ടി? ഏത് ഗോവിന്ദൻ? അതെ, താൻ അവരോട് നിൽക്കാൻ പറ. ഞാൻ അടയ്ക്കക്കാരൻ്റെ കാശ് വാങ്ങി ഇതപ്പോഴെത്തി. ഞാൻ നരൻ്റെയും വസുന്ധരയുടെയും ഒപ്പമെത്തി തിരുമേനി നിൽക്കാൻ പറഞ്ഞ കാര്യം സങ്കോചത്തോടെ അറിയിച്ചു. നരൻ ഒന്നും മിണ്ടിയില്ല. വസുന്ധര റോഡരികിലെ കാളച്ചാലിനരികിലൂടെ പതുക്കെ നടന്നു. നരൻ ഗൗരവത്തിൽ പറഞ്ഞു, പട്ടാമ്പിയിലെ എൻ്റെ അമ്മാവനില്ലേ? മോളാണ്. ഞാൻ മിണ്ടിയില്ല. നമ്മുടെ അവിടെയാണ് താമസിക്കുന്നത്. റോഡിൽ നിന്ന് ഇടവഴിയിലേക്ക് ഇറങ്ങി പാടം കടന്ന് അമ്പലപ്പറമ്പിലെ അരയാലിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ അത്ഭുതം, തിരുമേനി ഇരിക്കുന്നു. എളുപ്പ വഴി എത്രണ്ടെന്നറിയോ? എല്ലാവരും നടന്നു. തിരുമേനി ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലക്കുളത്തിൻ്റെ ചുറ്റും നടന്നു. എന്നിട്ട് തിരികെ വന്ന് വീണ്ടും ആൽച്ചുവട്ടിൽ ഇരുന്നു. ഇതാകെ പുതുക്കി പണി ചെയ്യിക്കണം, പൊളിഞ്ഞ തിടപ്പള്ളിയും കെട്ടണം. ഇത്ര ദിവസമായിട്ട് എനിക്ക് ആ വിചാരം വന്നില്ല എന്നുള്ളതാണ് അത്ഭുതം. വസുന്ധര തെല്ല് അക്ഷമയോടെ മുഖം താഴ്ത്തി വേലിക്കെടുത്ത കരവീരക്കാടിൻ്റെ നേരെ പാതി തിരിഞ്ഞു നിന്നു. എന്താ പേര്? തിരുമേനിയുടെ ചോദ്യം തന്നോടാണെന്നറിഞ്ഞപ്പോൾ വസുന്ധര പരിഭ്രമിച്ചു. നരൻ മറുപടി പറഞ്ഞു, തന്നോടല്ല ചോദിച്ചത്. ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടാവില്ലേ കുട്ടി? തിരുമേനി അമ്പലക്കുളം പുതുക്കി പണി ചെയ്യാൻ പോകുന്ന വിധത്തെപ്പറ്റി സംസാരിച്ചു കൂടെ നടന്നു. വഴി തിരിയേണ്ട സ്ഥലത്തെത്തിയപ്പോഴും തിരുമേനി സംസാരിച്ചുകൊണ്ട് കൂടെ വന്നു. വീട്ടുപടിക്കൽ ചെന്ന ശേഷമാണ് തിരുമേനി മടങ്ങിയത്. ആടിനെ കറക്കുന്ന നരൻ്റെ അമ്മ എഴുന്നേറ്റ് എടുത്തുകുത്തിയ തുണിത്തുമ്പ് താഴ്ത്തിയിട്ട് ബഹുമാനത്തോടെ ചോദിച്ചു, ഇവിടുന്ന് കയറണില്ലയാവോ? തിരുമേനി അത് കേട്ടുവെന്ന് തോന്നിയില്ല. എനിക്കും നരനുമായി നീക്കിവെച്ച മറയിട്ട വരാന്തയിൽ മിക്കവാറും ഞാൻ അന്ന് തനിച്ചായിരുന്നു. അകത്തെ സംസാരം ചെവിടോർക്കാൻ ശ്രമിച്ചുകൊണ്ട് വായിക്കുകയാണെന്ന ഭാവത്തിൽ ഞാനിരുന്നു. ഉണ്ണാൻ അകത്തളത്തിലേക്കു ചെന്നപ്പോൾ അടുക്കളവാതിലിനപ്പുറം വസുന്ധര മറയുന്നത് കണ്ടു. രാത്രിയിൽ നരൻ പറഞ്ഞു, ഒരു കാര്യം അമ്മ പറയാനേൽപ്പിച്ചതാ. എന്താ? താനൊന്നും വിചാരിക്കരുത്. ഇവരൊക്കെ വന്നതുകൊണ്ട് ഇവിടെ സ്ഥല സൗകര്യം കുറവാകും. ഞാൻ മാറാം. പിന്നെയും അവൻ എന്തോ പറയാൻ തുടങ്ങി. ഞാൻ ഉറക്കം നടിച്ചു. അടുത്ത ദിവസം സംഭവ ബഹുലമാണ്. രാവിലെ കോരല്ലൂര അമ്പലക്കുളത്തിൽ 100ഓളം പണിക്കാരിറങ്ങി. ഉച്ചയ്ക്കു ശേഷം A ഡിവിഷനിലെ വസുന്ധര B സെക്ഷനിലേക്ക് പോയി. വൈകുന്നേരം പെട്ടിയെടുത്ത് വഴിവക്കിലെ ഒഴിഞ്ഞ വലിയ കെട്ടിടത്തിൻ്റെ മുകളിലെ മുറിയിലേക്ക് ഞാൻ സ്ഥലം മാറി.
കെട്ടിടം തിരുമേനിയുടേതാണ്. ഓണക്കാലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ നരൻ പറഞ്ഞു, കൊല്ലണം ആസത്തിനെ. ആരെ? അവൻ പറയാൻ മടിച്ചു. ഏത് സമയവും വീട്ടിൽ നിന്ന് പോന്ന നേരല്ല, വായിക്കാൻ ഇല്ലത്ത് സ്ഥലം പോരാന്ന് തോന്നും. തിരുമേനിയും വസുന്ധരയും കൂടി പിന്നിൽ നടന്നു വരുന്നു. കടന്നു പോകുന്ന കുട്ടികളെ ശ്രദ്ധിക്കാതെ കാളവണ്ടിയിൽ വരുന്ന കൊച്ചിക്കാവുമായി സംസാരിച്ചതിന് ഏറ്റവും ശക്തനായ ഫുൾബാക്ക് രാമകൃഷ്ണനെ കൂക്കി വിളിച്ചവർ കൂടി തിരുമേനിയെയും വസുന്ധരയെയും ശല്യപ്പെടുത്താതെ കടന്നുപോയി. മച്ചില്ലാത്ത എൻ്റെ മുറിയിൽ ഉത്തരങ്ങളിൽ വണ്ടുകൾ കുടിപാർത്തിരുന്നു. താഴെ നിലത്ത് വണ്ട് തുളച്ച മരപ്പൊടി ചെറിയ കൂമ്പാരമായി കിടന്നു. രാത്രിയിൽ റാന്തലിൻ്റെ കരി പിടിച്ച വെളിച്ചത്തിലിരുന്ന് ഞാൻ വായിക്കുമ്പോൾ തിരുമേനി വന്നു. അങ്ങാടിയിൽ ചിലർ പണം തരാനുണ്ട്, അതൊന്ന് നോക്കാച്ചിട്ട് ഇറങ്ങിയതാ. തിരുമേനി ഹോട്ടലിൽ ഊണാക്കിയത് കൊണ്ട് എനിക്ക് വിഷമമുണ്ടോ എന്ന് അന്വേഷിച്ചു. ഇല്ല. അതല്ല, തൻ്റെ വീട്ടിൽ നിന്ന് തരുന്ന കാശുകൊണ്ട് തനിക്ക് തികയണുണ്ടോയെന്ന്. ഞാൻ മിണ്ടിയില്ല. പോക്കറ്റിൽ നിന്ന് 5 ഉറുപ്പികയുടെ 2 നോട്ടുകൾ എടുത്തു നീട്ടി. ഞാൻ വാങ്ങിയില്ല. ആവശ്യമാകുമ്പോൾ ചോദിച്ചോളോ, പീടിക പൂട്ടുന്നതിന് മുമ്പ് എത്തട്ടെ. വസുന്ധരയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞു. വാതിൽ കടന്ന തിരുമേനി വീണ്ടും തിരിഞ്ഞു നിന്നു പറഞ്ഞു, ഞാൻ അവനോട് പറയാൻ പോണില്ല, താൻ പറഞ്ഞു മനസ്സിലാക്കണം. നരൻ ആ കുട്ടിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എനിക്കത് ഇഷ്ടമില്ല. അമ്പലക്കുളം വറ്റിച്ചതുകൊണ്ട് ഞാൻ മനക്കലെ കുളത്തിൽ കുളിക്കാൻ പോകും. ആ സമയത്ത് നരനുണ്ടാവും. സ്ത്രീകളുടെ കടവിൽ വസുന്ധര. തിരുമേനിയും വസുന്ധരയും ഒരുമിച്ചാണ് അടുത്ത വേട്ടക്കാരൻ കോവിലിൽ പ്രദക്ഷിണം വെക്കുന്നത്. നരൻ അമർഷത്തോടെ പറഞ്ഞു. നാട്ടിലും മുഴുവൻ പാട്ടായിരിക്കണു. ഉപദേശിക്കാൻ വിളിച്ച ഹെഡ് മാസ്റ്ററോട് തിരുമേനി ചോദിച്ചു അത്രേ, ഞാനല്ലെങ്കിൽ പിന്നെ ആരാണ് അവളെ രക്ഷിക്കാൻ? അമ്പലക്കുളത്തിൻ്റെ പണി കഴിഞ്ഞ ഉടനെ തിരുമേനി എൻ്റെ വാടകയില്ലാത്ത മുറിയുടെ താഴത്തെ ഒരു ഭിത്തി നീക്കി ഹാളുണ്ടാക്കി. അവിടെ അലമാരകളും ബെഞ്ചുകളും മേശകളും വന്നു. പുസ്തക കെട്ടുകൾ വന്നു. 3 കൂലിക്കാർ അകം വെള്ള വലിച്ചു. മേശകൾ നിരത്തി, പുസ്തകങ്ങൾ അടുക്കി. പുറത്ത് KVN ആൻഡ് CPV ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം എന്ന് ബോർഡ് വെച്ചു. ഇതെന്താണ്? ലൈബ്രറി എന്തിന്? ആളുകൾ വായിക്കട്ടെ. ലൈബ്രറി ഉദ്ഘാടനത്തിന് തിരുമേനി ഹെഡ് മാസ്റ്ററെ ക്ഷണിച്ചു. നാട്ടിലെ പ്രമുഖരടങ്ങുന്ന സദസ്സിന് നാരങ്ങാ വെള്ളവും മിഠായിയും വിതരണം ചെയ്തു. ക്ഷണിക്കപ്പെട്ട സ്ത്രീകളിൽ ആരും വന്നില്ല. അവരെ സ്വീകരിക്കാൻ വസുന്ധര തയ്യാറായി നിന്നുവെങ്കിലും ആ സദസ്സിലേക്ക് വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് പ്രത്യേക ക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. തിരുമേനിക്ക് തിരക്കുകൾ വർദ്ധിച്ചു വന്നു. അതുകൊണ്ട് സ്കൂളിൽ വരുന്നത് നിർത്തി. 4-5 മാസം കൂടി കഴിഞ്ഞാൽ മെട്രിക്കുലേഷൻ ആവാം എന്നിരിക്കെ അപ്പോൾ തിരുമേനി പൊട്ടിച്ചിരിച്ചു. എടോ, മാഘ മെട്രിക്കുലേഷൻ പാസ്സായോ? വസുന്ധരയെ കളിയാക്കാൻ വേണ്ടി ഏതോ കുട്ടികൾ ചോദിച്ചു അത്രേ. ലൈബ്രറിയുടെ പേരിലെ KVN വാസുദേവൻ നമ്പൂതിരിയാണെന്നറിയാം, പക്ഷേ CPV ആർക്കും അറിയില്ല. സ്കൂളിൽ പ്രസിദ്ധമായ വസുന്ധരയുടെ മറുപടി. അത് ബീജമന്ത്രമാണ്. CP വസുന്ധര എന്നുമാവാം. വസുന്ധര ക്ലാസ്സിൽ 2 ഡെസ്കിൻ്റെ അകലത്തായിരുന്നു. 7 പീരീഡിലും അവളെ കണ്ടു. ഞങ്ങളൊന്നും സംസാരിച്ചില്ല. നെറ്റിയിൽ ഗണപതി ഹോമത്തിൻ്റെ കരിക്കുറി, കഴുത്തിൽ ചുവന്ന കല്ലു പതിച്ച കുഴിമിന്നി, വലിയ അരക്കെട്ട് മുഴുവൻ മറച്ചു പരത്തിയിട്ട മുടിക്കെട്ടിൽ ഒരു മന്ദാരപ്പൂ. ക്ലാസ്സിലെ ഞങ്ങളെല്ലാം നിസ്സാരമായി നോക്കിക്കൊണ്ട് പെൺകുട്ടികളുടെ സംഘത്തിലേക്ക് അവൾ തല ഉയർത്തിപ്പിടിച്ച് റാണിയെ പോലെ നടന്നു പോകും. നരനെ കാണുന്നത് അപൂർവമായിരുന്നു. അവൻ മൂക്കിന് താഴെ പൊടിഞ്ഞ നനുത്ത രോമം കറുപ്പിച്ച് മീശയാക്കി മുണ്ട് നിലത്തിഴച്ചുകൊണ്ട് പോകുന്നത് കാണാം. അടുത്ത ഹൈസ്കൂൾ ടീം വന്ന ദിവസം ബാഡ്മിൻ്റൺ കളിച്ച് തോറ്റ് സന്ധ്യയ്ക്ക് റോഡരികിലൂടെ അവൻ ക്ഷീണിതനായി നടന്നു വരുമ്പോൾ ഞാൻ മുകളിലെ മുറിയിൽ നിന്നു കണ്ടു. താഴെ ഇറങ്ങി വന്നു. പതിവില്ലാത്തതുപോലെ അവൻ ചിരിച്ചു. വാ, ഒരു ചായ കുടിക്കാം, അവൻ ക്ഷണിച്ചു. മാരാരുടെ ഹോട്ടലിൽ ഞങ്ങൾ തനിയെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ നരൻ പറഞ്ഞു, അവളെ ഞാൻ അങ്ങനെയല്ല ധരിച്ചിരുന്നത്. ഞാൻ മിണ്ടിയില്ല. ആരോട് പറയാൻ? അയാൾ കൊണ്ടുവരുന്നതൊക്കെ വാങ്ങും, കുഴഞ്ഞാടി കൂടെ നടക്കും. നരൻ്റെ അമ്മയച്ഛനും? നരൻ മിണ്ടിയില്ല. ഞാൻ വീട് വിടും. ഗോവിന്ദമാമയ്ക്ക് ഊമക്കത്ത് എഴുതിയത് ഞാനാണെന്ന് അവൾ ധരിച്ചിരിക്കണത്. അതിനെനിക്ക് ചീത്ത. എനിക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല.
ഞാൻ താഴത്തെ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ നോക്കി സമയം കഴിച്ചു. എല്ലാ പുസ്തകത്തിലും KVN ആൻഡ് CPV എന്ന് സീലടിച്ചിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞ് നാട്ടിൽ പോകുന്ന ദിവസം യാത്ര പറയാൻ നരൻ്റെ വീട്ടിൽ ചെന്നു. നരൻ ഉണ്ടായിരുന്നില്ല. അച്ഛൻ ചാരുകസേരയിൽ വിയർപ്പിൽ കുളിച്ച് കറുപ്പിൻ്റെ ലഹരിയിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു. സത്യേടത്തിയോടും അമ്മയോടും യാത്ര പറഞ്ഞു. നരനോട് പറയണേ, അവൻ ഏതു നേരത്താ വരിക, ആരുണ്ടു? ഞാൻ പിന്നെയും ചുറ്റിപ്പറ്റി നിന്നു. വസുന്ധരയോട് ഒരു വാക്ക് പറയാം. മടക്കത്തിൽ അമ്പലക്കുളത്തിനരികിലൂടെ വന്നു. സ്ത്രീകളുടെ കടവിലില്ല. തിരുമേനിയോട് പറയാമെന്നു കരുതി മനക്കിലേക്ക് നടന്നു. മനയുടെ പുറത്തെ കുന്നിൻ ചെരുവിലെ ഞാവൽക്കാട്ടിൽ അവർ രണ്ടുപേരും ഇരിക്കുന്നു. ഇതിൽ അത്ഭുതപ്പെടാൻ എന്തുണ്ട് എന്നോ? തിരശീലയിലെ നിന്റെ ആരാധനാമൂർത്തികൾ പ്രേമനാടകം ചിട്ടപ്പെടുത്തുന്നതിന് മുമ്പത്തെ കഥയാണത്. പകൽ വെളിച്ചത്തിൽ താഴ്വരയിലെ വഴിയിലൂടെ വല്ലി വാങ്ങി മടങ്ങുന്ന കൂലിക്കാരുടെ സംഘങ്ങൾ നീങ്ങുമ്പോൾ അവർ പരസ്പരം മാത്രം കണ്ടുകൊണ്ടിരുന്നു. അടുത്ത് ചെല്ലണോ? ഞാൻ സംശയിച്ചു. തിരുമേനി എന്നെ കണ്ടു. വാടോ, ഞങ്ങൾ സ്വകാര്യം പറയുമൊന്നുമല്ല. ഞാൻ ചെന്നു. ഇരുന്നില്ല. കാലത്ത് പോകുമെന്ന് അറിയിച്ചു. അത്ര ദൂരത്തൊന്നുമല്ലല്ലോ, ഇടയ്ക്ക് വാ. വസുന്ധരയെ നോക്കാതിരിക്കാൻ ശ്രദ്ധിച്ച് ഞാൻ യാത്ര പറഞ്ഞു. വൈക്കോൽ മെഞ്ഞ മോന്തായം, ഒടിഞ്ഞു കുത്തിയ വീട്, പകൽ വെളിച്ചം കടന്നു വരാത്ത ഇരുളിൻ്റെ മണമുള്ള മുറി, അത്താഴത്തിൻ്റെ അരിയെപ്പറ്റി അടുക്കളത്തളത്തിൽ അവസാനിക്കാത്ത ആലോചനകൾ നടക്കുന്ന സന്ധ്യകൾ. പകൽ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ 6 നാഴിക നടന്ന് ലൈബ്രറിയിലെത്തുന്നു. ആരുമില്ല വായനക്കാർ. ശമ്പളത്തിന് വെച്ച സൂക്ഷിപ്പുകാരൻ എന്നെ കണ്ട് പരിചയം കാട്ടാൻ ചിരിച്ചു. പുസ്തകങ്ങൾ തിരയുമ്പോൾ പിൻമുറിയിൽ നിന്ന് ഹാർമോണിയത്തിൻ്റെ ശബ്ദമുയർന്നു. മണിക്കൂറുകൾക്കു ശേഷം ആ വാതിൽ തുറന്ന് പഴയ പാട്ടുമാസ്റ്റർ ഇറങ്ങിപ്പോയി. ശങ്കരാ, ജോലിക്കാരനെ വിളിക്കുന്ന ശബ്ദം തിരുമേനിയുടെ ആയിരുന്നു. എന്നെ അകത്തേക്ക് വിളിക്കുന്നു. മുറിയിൽ നിലം കാണാത്ത വിധം പുൽപ്പായി വിരിച്ചിട്ടുണ്ട്. ഹാർമോണിയത്തിന് മുന്നിൽ തിരുമേനി, പിന്നിൽ വസുന്ധര. പുതിയ ഹാർമോണിയത്തിൻ്റെ മേലും പേരെഴുതിയിട്ടുണ്ട്, KVN ആൻഡ് CPV. വസുന്ധര എഴുന്നേറ്റു. അവൾ സാരി ഉടുത്തിരിക്കുന്നു. തിരുമേനി പറഞ്ഞു, കുട്ടി നടന്നോളൂ, ഞാൻ പിന്നെ വരാം. വസുന്ധര പോയപ്പോൾ ശങ്കരൻ ഇലയടയും ചായയും കൊണ്ടുവന്നു. കെട്ടിടത്തിൻ്റെ പിൻവശത്തെ ഒഴിഞ്ഞ സ്ഥലത്ത് തിരുമേനി വെറുതെ നടന്നു. ഇവിടെ ഒരു ചെറിയ വീടുണ്ടാക്കിയാലോ? എന്തിന് ഇനിയും വീടുകൾ എന്ന് ചോദിച്ചില്ല. പുസ്തകങ്ങൾ രജിസ്റ്ററിൽ എഴുതിച്ച് ഞാൻ പോകാൻ തയ്യാറായപ്പോൾ തിരുമേനി പറഞ്ഞു, എൻ്റെ വേളി അടുത്തുണ്ടാകും. അച്ഛന് വലിയ നിർബന്ധം, ക്ഷണിക്കുന്നില്ല, അതും കൂട്ടത്തിൽ നടക്കുന്നു മാത്രം. അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, കുട്ടിയോടുകൂടി പറഞ്ഞിട്ടില്ല. പറയണം. വൈകുന്നേരം വരെ അങ്ങാടിയിൽ ചുറ്റി തിരിഞ്ഞു മടങ്ങാം. തുന്നൽക്കാരൻ ഭാസ്കരൻ്റെ പീടികയിൽ കുറേ സമയം ഇരുന്ന് വായിച്ചു. പുറത്തിറങ്ങിയപ്പോൾ നരനെ കണ്ടു. വാ, വീട്ടിൽ പോയി ഉണ്ടിട്ട് വരാം. വേണ്ട, അവൻ നിർബന്ധിച്ച് ചായ കുടിപ്പിച്ചു. തിരുമേനിയുടെ വേളി ഉറച്ചു. നരൻ ആഹ്ലാദത്തോടെ പറഞ്ഞു, അവൾക്ക് അതറിയില്ല. ഞാൻ സ്വകാര്യത്തിൽ അറിഞ്ഞു. നാടകം കാണാൻ പോണേ ഉള്ളൂ. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിലെത്തി എല്ലാവരും കൂടിയിരിക്കുമ്പോൾ അത് പറയണം. അവൾ ഒരിക്കലും നരൻ എന്നൊരംഗം വീട്ടിലുണ്ടെന്ന് ഭാവിക്കാത്ത അവളുടെ നടുക്കം കാണണം. നരൻ കെഞ്ചി, താൻ പോകരുത്, 2 ദിവസം വീട്ടിൽ താമസിക്കണം. നിനക്ക് കാണാൻ വല്ലതും? എനിക്കൊന്നും കാണണ്ട, ഞാൻ അടുത്ത ആഴ്ച വരാം. അടുത്ത ആഴ്ച പുസ്തകങ്ങൾ തിരിച്ചു കൊടുക്കാൻ വന്നപ്പോൾ നരൻ വീണ്ടും ദുഃഖിതനായിരിക്കുന്നു. കുനുത്തു തുടങ്ങുന്ന മീശ പിരിച്ചുകൊണ്ട് കരുവാളിച്ച മുഖത്തോടെ അവൻ വന്നു. കഴിക്കുന്ന വീടി തെറുത്തവൻ്റെ തന്തയെ ശകാരിച്ചു. നീ പറഞ്ഞോ? അവൻ കേട്ടില്ലേ? നീ വേളിക്കാരൻ പറഞ്ഞോ? അടുത്ത തിങ്കളാഴ്ച കുടിവെപ്പ്. നീ പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് അവളുടെ ഒരു തത്വജ്ഞാനം. എനിക്ക് വിധിച്ചതൊക്കെ കിട്ടും, അല്ലാത്തത് എന്താണെന്നൊരു ചോദ്യം. അവൾ കരയുമെന്ന് കരുതിയ ഞാനാ മണ്ടൻ. തിരുമേനിയുടെ കുടിവെപ്പ് ദിവസം ഞാൻ വീണ്ടും വന്നു. ആനമലയിൽ നിന്ന് വളരെ കാലത്തിനു ശേഷം വീട്ടിൽ വന്ന ഇളയച്ചൻ തന്ന 5 ഉറുപ്പികയുടെ ആത്മവിശ്വാസത്തോടെ. ശങ്കരന് വേളി കാരണം തിരക്കായതുകൊണ്ട് ലൈബ്രറി തുറന്നിട്ടില്ല. നരനെ പതിവ് സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു, കണ്ടില്ല. അവസാനം സംശയിച്ച് അവൻ്റെ വീട്ടിൽ ചെന്നു. അവന് ഉമ്മർത്തുണ്ട്. ഞാൻ ചോദിച്ചു, സ്വസ്ഥം? പതുക്കെ. അച്ഛണ്ടോ? അവൻ പറഞ്ഞു, ആരുമില്ല, എല്ലാവരും മനക്കല.
അകത്തേക്ക് സഞ്ചരിക്കുന്ന കണ്ണുകൾ എന്തോ പറയാൻ ബാക്കിയുണ്ടെന്ന് സൂചിപ്പിച്ചു. അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. വസുന്ധരയുണ്ട്. അകത്തു നിന്ന് ഒച്ചയും അനക്കവും കേട്ടില്ല, തേങ്ങൽ കേട്ടില്ല. പെട്ടെന്ന് വാതിൽക്കൽ നിന്നൊരു ചോദ്യം. ചായ ഉണ്ടാക്കണ? ഞാൻ പരിഭ്രമിച്ചു. ഇല്ല, ഞാൻ പോവുക. ആരും ഇവിടെ ഇല്ലാച്ചിട്ട് പോണ്ട. ഞാൻ 3-ാം പന്തിയും 4-ാം പന്തിയും ഒക്കെ കഴിയാൻ പാതിരിയാവും. ചാനുവടത്തിയും സത്യടത്തിയും ഇന്ന് വന്നെങ്കിൽ വന്നേ ഉള്ളൂ. ഞാൻ പോകാൻ എഴുന്നേറ്റപ്പോൾ വസുന്ധര ആദ്യമായി എൻ്റെ പേർ വിളിച്ചു. അകലെ നിന്ന് കുടിവെപ്പിന് വരുന്നവരെ സ്വീകരിക്കാൻ നിൽക്കുന്ന നായർ സംഘത്തിൻ്റെ ആർപ്പ് വിളി കേൾക്കാം. പോണ്ട, ഏട്ടൻ തനിച്ചല്ലേ ഉള്ളൂ. ഞാൻ അവളുടെ മുഖത്ത് നോക്കി. ദുഃഖമില്ല, സങ്കോചമില്ല, എല്ലാം നിസ്സാരമായി ഒന്ന് നോക്കി. ക്ലാസ് മുറിയിലേക്ക് നടന്നു വരാറുള്ള അതേ വസുന്ധര തന്നെ. നരൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ നിശബ്ദം ഇരുന്നു. അമ്പലത്തിൽ നിന്നും നിറമാലയുടെ മേളം, ഇല്ലപടിക്കൽ നിന്ന് ആർപ്പ് വിളി. നരൻ ഇറങ്ങി നടന്നു. ഞാൻ ഇരിക്കണോ അവനെ പിന്തുടരണോ എന്ന് സംശയിച്ച് അസ്വസ്ഥനായി. വസുന്ധര രക്ഷയ്ക്കെത്തി. വേണമെങ്കിൽ ഒന്ന് നടന്നു വന്നോളൂ. ആലിൻ്റെ ചോട്ടിലെ ഇടവഴിയിൽ നിന്നാൽ കുടിവെപ്പ് കാണാം. നരൻ്റെ തൊട്ടു പിന്നാലെ ഞാൻ ഇറങ്ങിയെങ്കിലും അവനെ മേച്ചിൽപ്പുറത്തോ അമ്പലപ്പറമ്പിലോ കണ്ടില്ല. കുടിവെപ്പിൻ്റെ സംഘം മനവളപ്പിൽ കടക്കുന്നതും ആർപ്പുവിളി അടങ്ങുന്നതും വരെ ഞാൻ ആലിൻ ചോട്ടിൽ ഇടവഴിയിലെ വേലിക്കരികിൽ നിന്നു. വീട്ടിലേക്ക് മടങ്ങിയാലോ? എന്നെ ക്ഷണിച്ചത് നരനല്ല, വീട്ടുകാരല്ല. കോരല്ലൂർ അമ്പലം നിർജീവമായിരുന്നു. ഇല്ലത്തെ വേട്ടക്കാരൻ കാവിലാണ് ഉത്സവം. തിരുമേനി പുതുക്കി പണി ചെയ്ത കുളക്കടവിനരികെ അസ്വസ്ഥനായി നിൽക്കെ അന്തി വെളിച്ചത്തിൽ നരൻ നടന്നു വന്നു. അവൻ കുടിച്ചിട്ടുണ്ട്. കറുപ്പിനേക്കാളും വില കുറവാണ് കള്ളിന്. അവൻ്റെ കാലടികൾ ഇടറുന്നുണ്ടെങ്കിലും കണ്ണുകൾക്ക് ക്രൂരമായ തിളക്കമുണ്ട്. 1 ഉറുപ്പിക തൂക്കം കറുപ്പിന് അച്ഛനെ വാങ്ങാം, എന്നെ ആർക്കും വാങ്ങാൻ പറ്റില്ല. അവൻ നടന്നു, കൂടെ ഞാനും. പൊന്ത കെട്ടിക്കിടക്കുന്ന അമ്പലപ്പറമ്പ് കിടന്ന് അവൻ എനിക്ക് പരിചയമില്ലാത്ത വഴികളിലൂടെ നടന്നു. ഞാൻ പിറകെയുണ്ട്. പറയക്കുടിലുകൾക്കപ്പുറത്തെ ഓലപ്പുരയിലേക്ക് അവൻ ഊണു കയറി. അകത്തുനിന്നും പലതര ശബ്ദങ്ങൾ കേട്ടിരുന്നു. ചിമ്മിണിയുടെ പ്രകാശം കുടിവെപ്പ് കഴിഞ്ഞ രാത്രിയിൽ വസുന്ധരയുടെ വീട്ടിലേക്ക് തിരുമേനി ഓടിയെത്തിയെന്ന് അവർ പറയുന്നു. അടഞ്ഞ വാതിൽ ചവിട്ടി തുറന്നപ്പോൾ അവൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് വാതിൽക്കൽ നിന്നു. എനിക്ക് കരയാൻ തോന്നുന്നു. ഇത് കിടപ്പറയിലെ കലഹത്തിൽ നീയും ഞാനും വീഴ്ത്തുന്ന കണ്ണീരല്ല, അല്പം മദ്യത്തിൻ്റെ ലഹരി. കണ്ണുകൾ ഒരു പ്രത്യേക കോണിലേക്ക് ഒരു നിമിഷം ഉറപ്പിച്ചാൽ എനിക്ക് നിന്റെ മുമ്പിൽ കരയാം. പലരുടെയും ഉറക്കറകൾ കടന്ന് അവസാനം എൻ്റെ മുമ്പിൽ പ്രേമം അഭിനയിച്ചെത്തിയ നിനക്കും എനിക്കും നാടകത്തിൻ്റെ ഭാഗങ്ങൾ അറിയാം. നരൻ വർഷങ്ങൾക്കു ശേഷം കെയർ ഓഫ് 56 APO വിലാസത്തിൽ എനിക്ക് എഴുതിയ കത്തിൽ പറയുന്നു അവൻ നിരപരാധിയാണെന്ന്. അവൻ വസുന്ധരയെ തൊട്ടിട്ടില്ല. ഇതിന് ഈശ്വരൻ സാക്ഷി. തെറ്റെവിടെയാണ് പറ്റിയത്? കൈ തട്ടി മാറ്റി ചീറിക്കൊണ്ടു നിന്ന വസുന്ധരയെ കണ്ണീരിൻ്റെ മറവിൽ സ്ത്രീയുടെ ഗന്ധം കൊണ്ടുള്ള ആദ്യ ലഹരിയിൽ കരുത്തോടെ അടക്കി പിടിച്ച 17കാരനോ? ഈ യാത്ര അവസാനിക്കുന്നില്ല. പാപത്തിൻ്റെ സ്മരണകളുടെ കടവുകളിൽ നിന്നും കടവുകളിലേക്ക്, നഗരത്തിൽ നിന്നും നഗരങ്ങളിലേക്ക്. ഇല്ല, നിനക്കറിയില്ല.